സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇലയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുക. സോറിയാസിസ്, ശരീരത്തിനാകമാനമുള്ള ചൊറിച്ചിലുകൾ, എവിടെ തൊട്ടാലും ചൊറിച്ചിൽ, ചെറുതും വലുതുമായ ചൊറിച്ചിലുകൾ, അതിനെ അകറ്റിക്കളയാനായിട്ട് ഏറ്റവും നല്ല ഒരു ഔഷധ ചെടിയുണ്ട്. ഒരു ചെടിയല്ല, മരമാണ്, താന്നിമരം. ആ താന്നിമരത്തിൻ്റെ ഉണങ്ങിയ ഇലയായാലും കുഴപ്പമില്ല, പച്ച ഇലയായാലും കുഴപ്പമില്ല. പച്ച ഇലയാണെങ്കിൽ വെള്ളം പച്ച കളറായിരിക്കും തിളപ്പിച്ചാൽ. ഉണങ്ങിയ ഇലയാണെങ്കിലോ വെള്ളം ചുവപ്പ് കളറായിരിക്കും. അപ്പോൾ ചുവപ്പായാലും പച്ചയായാലും കുഴപ്പമില്ല, എന്നാൽ ഏറ്റവും നല്ലത് ചുവപ്പാണ്. അപ്പോൾ ഈ ഇലയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ തീർച്ചയായിട്ടും ശരീരത്തുണ്ടാകുന്ന മാറ്റാൻ കഴിയില്ല എന്ന് കരുതുന്ന ചൊറിച്ചിലുകളെല്ലാം മാറ്റാനായിട്ടും സോറിയാസിസോട് കൂടിയുള്ള ചൊറിച്ചിലിനെ മാറ്റാനും ഒക്കെ വളരെ ഫലപ്രദമാണ്. ഇതൊരു നല്ല സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഔഷധ മരവും കൂടിയാണ്. ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ പിക്ചർ ഇട്ടേക്കാം, വീഡിയോയിലിട്ടേക്കാം. കഴിഞ്ഞ ദിവസം നൽകിയ ചോദ്യം ഇതാണ്: വൃക്കരോഗത്തെ ലഘൂകരിക്കാനായിട്ട് വൃക്കരോഗത്തിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധച്ചെടിയെക്കുറിച്ചായിരുന്നു. ചുരക്ക. ആ ചുരക്കയുടെ കാമ്പെടുത്ത് വേവിച്ച് കഴിക്കുന്നത് വൃക്കരോഗങ്ങളെ അകറ്റാനായിട്ട് നല്ലത്. വൃക്കരോഗം വരാൻ സാധ്യതയുള്ളവർക്കും വൃക്കരോഗം വന്നവർക്കുമൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃക്കരോഗികളാണുള്ളത്. വീണ്ടും ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശരീരത്തെ അഴുക്ക് കളയാൻ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയുണ്ട്. ഏതായിരിക്കും അത്? ഉത്തരം നൽകുക, ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ലളിത അറിവുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ചികിത്സകരും പറഞ്ഞു നൽകുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പോകുമെന്ന് കരുതുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ധാരാളം ആളുകളിലേക്ക് ഈ അറിവെത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലഘുവായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ, ഹോം റെമഡീസ്, ഗൃഹവൈദ്യ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് ചെയ്യാനും വീടുകളിൽ ഉപയോഗിക്കാനും ഒക്കെ മറക്കരുത്. നന്ദി, നമസ്കാരം.